ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെഫ്സ് വ്ലോഗിലേക്ക് ഒരു കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മയണൈസ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മയണൈസ്. പലർക്കും പക്ഷെ അത് അറിയത്തില്ല. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മയണൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം 2 മുട്ടയുടെ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഉപ്പും, ഏകദേശം 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പതിയ ആവശ്യമില്ല. ഇനി നമ്മളൊരു ചെറുനാരങ്ങയുടെ പകുതിയോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മളിതിൻ്റെ മിക്സിയുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതൊന്ന് ലെഫ്റ്റിലേക്കൊന്ന് ചെറുതായിട്ട് പയ്യെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പം അങ്ങനെ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടിച്ചിട്ട് ഇടക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കി കഴിയുമ്പോൾ കണ്ടോ റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു സാധനമാണ് സൺഫ്ലവർ ഓയിൽ. നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കട്ടിപ്പ് നമ്മൾ കൂട്ടിയെടുക്കണം. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സൺഫ്ലവർ ഇടക്കിടക്ക് ഇങ്ങനെ ഒഴിച്ച് വേണം ചെയ്യാൻ. സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോൾ അത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. നമുക്ക് എത്രത്തോളം കട്ടിപ്പ് ആവശ്യമുണ്ടോ അത്ര അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കും. കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ ഇതുപോലെ പതിയെ വേണം അടിച്ചെടുക്കാൻ. ഒരിക്കലും അടിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടരുത്. കണ്ടോ, ഓക്കെ. കടയിൽ നിന്ന് വാങ്ങുന്ന ആ മയണൈസിൻ്റെ അതേ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം നന്നായിട്ട് കട്ടിപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയും കട്ടി വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഏകദേശം അത്യാവശ്യം നന്നായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ എടുക്കാൻ പറ്റിയ മയണൈസ് റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മയണൈസ് റെസിപ്പി ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എനിവേ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കിടിലൻ റെസിപ്പീസായിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.